പ്രവീൺ പ്രണവ് എന്ന ചാനലിലെ പ്രവീൺ എനിക്കിട്ട് തന്നത്. എടുത്തിടാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ച തെളിവാണെന്ന്. ഇവരെന്തോരം ഫർണിച്ചേഴ്സ് വാങ്ങിച്ചു കൂട്ടിയെന്നറിയാമോ? അവർ ജനങ്ങളെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി 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 മെമ്മറീസ് ഉള്ള ഒരു ചാനലായിരുന്നു എനിക്ക്. കൊച്ചു പ്രണവ് എന്ന മെയിൽ ഐഡിയിലാണ് എനിക്കിത് വന്നിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിനകത്ത്, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ എനിക്കിപ്പോൾ ഇന്ന് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇന്നെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അത്രമാത്രം ഒരു വലിയ പണിയാണ് എനിക്ക് പ്രവീൺ പ്രണവ് എന്ന ചാനലിലെ പ്രവീൺ എനിക്കിട്ട് തന്നത്. ഇനി എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രവീണിൻ്റെ ചാനലിലെ ഒരു വീഡിയോ. കാരണം അവരുടെ ആ ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് പറയാൻ കാരണം, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ഏറ്റവും ഭയങ്കര പാടാണ്. മറ്റുള്ള ബ്ലോഗേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും നല്ല തലയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. തല മീൻസ് അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് അറിവുണ്ടായിരിക്കണം. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നടക്കുന്ന ആ ഓരോ സംഭവങ്ങളാണല്ലോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കണം. അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് നന്നായിട്ട് പഠിക്കണം. മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. പിന്നെ അവരുടേതായ ന്യായത്തിൽ, അവരുടേതായ കാഴ്ചപ്പാടിൽ അവരത് പ്രസൻറ്റ് ചെയ്യണം. ഇത് ഇത്രയും ശരിയായാൽ മാത്രമേ ഒരു റിയാക്ഷൻ വീഡിയോ ചാനൽ വിജയിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ നമുക്കറിയാവുന്നതാണ്. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. എനിക്ക് അതിനുള്ള തലയില്ലാത്തതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷേ എനിക്ക് ആ പ്രവീൺ പ്രണവിൻ്റെ അവരുടെ ചാനലിലെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരുടെ ആ ഒരു ഫാമിലിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരിൽ ഒരാളാണ് ഞാനും. അവരുടെ ആ ചാനലിൽ അവരിട്ട ഒരു വീഡിയോയിൽ ഈ പ്രവീണും മൃദുലയും കൂടെ ഇരുന്ന് നമ്മൾ കമൻ്റ് ഇട്ട ആൾക്കാരെ കുറ്റം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല, കാരണം എൻ്റെ ആ വീഡിയോ, ഞാൻ നേരത്തെ ഇട്ടിരുന്ന ആ വീഡിയോയ്ക്കകത്ത് ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പാണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്ത് പ്രവീൺ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്യിപ്പിച്ചു. ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ചാനൽ യൂട്യൂബിൽ നിന്നുള്ള മെസ്സേജ് കിടക്കുന്നത് പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ നിന്ന് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു, ഈ ഒരു ഇതെടുത്തു എന്നുള്ളതാണ് അവർ നമുക്കെതിരെ കൊടുത്തിരുന്ന ഒരു കംപ്ലൈൻറ്റ്. അതായത് ആ ഒരു പിക്ക് എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. അങ്ങനെ എൻ്റെ ചാനൽ 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആയി പോകും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കടന്നു. പോരെങ്കിൽ നമുക്ക് ഒരു വീഡിയോയും ഇന്നലെ മുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ എൻ്റെ വീട്ടിൽ ഒരു മരണ വീട് പോലെ ആയിരുന്നു കേട്ടോ. അത് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മുടെ ഒരു പ്രയത്നം പ്രവീണിന് മനസ്സിലാവത്തില്ല. കാരണം പ്രവീൺ അങ്ങനെയാണല്ലോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവീണും മൃദുലയും സ്വന്തം അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അനിയൻ്റെയൊക്കെ അധ്വാനമല്ലേ ആ കുട്ടി ഒരു വലിച്ചു പറിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ കണ്ണുനീരിനോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രയത്നത്തിനൊക്കെ പുല്ലുവിലയായിരിക്കും ആ കുട്ടി വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അതിനങ്ങനെ ഒന്നും തോന്നത്തില്ലല്ലോ. എൻ്റെ വീട്ടിലൊരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എൻ്റെ ചാനലിൽ 5 വർഷമായി, ഞങ്ങൾ വലിയ ചാനലൊന്നുമല്ല, എനിക്ക് പക്ഷേ 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ 3000 ആൾക്കാർ, അതായത് 3000 ഫാമിലി മെമ്പേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂടുതലും ഞാനൊരു സ്കൂൾ നടത്തുന്ന ഒരു അധ്യാപികയാണ്, അതായത് കുഞ്ഞുകുട്ടികളുടെ സ്കൂള്, നഴ്സറി സ്കൂൾ. അപ്പോൾ അതിനകത്തുള്ള ഈ 5 വർഷമായി ഞാൻ എൻ്റെ കുട്ടികളുടേതാണ് കൂടുതലും ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാടെണ്ണം കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകളും അതുപോലെ അവരെ വെച്ചിട്ട് നമ്മുടെ ആനുവൽ ഡേക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഓണം, ക്രിസ്മസ് ഇങ്ങനത്തെ സെലിബ്രേഷനിലൊക്കെ ഉള്ള അവരുടെ ഓരോരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓരോ ഏജില്ല ആ കുട്ടികളൊക്കെ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഇല്ലെങ്കിൽ പോലും പാരൻസ് വിളിച്ചിട്ട് എന്നോട് പറയാറുണ്ട്, മാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുനാളിൽ ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മാം ചെയ്ത വലിയൊരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയാറുണ്ട്. അതെനിക്കൊരു ഭയങ്കര ഒരു അപ്രീസിയേഷൻ തന്നെയാണ്. അവരുടെ ആ ഒരു പാരൻസിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്കും കാണാം. ആ കുട്ടികളെ എൻ്റെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത നമ്മുടെ ഒരു സിനിമയുടെ ഒരു പോർഷനാണ് മറ്റേ
മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിച്ചത്. അത് LKGക്ക് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കുഞ്ഞാണ്, ഇപ്പോൾ 7ാം ക്ലാസ്സിലായി. ആ കുട്ടിയെ വെച്ചിട്ടാണ് ഞാനത് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഒത്തിരി 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 മെമ്മറീസ് ഉള്ള ഒരു ചാനലായിരുന്നു എൻ്റെത്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഈ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. കാരണം എനിക്ക് പുതിയ ചാനലിൽ ഇടേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് കംപ്ലീറ്റ് എനിക്ക് അറിയില്ല. പക്ഷേ ഇന്നലെ രാത്രിയായപ്പോൾ ആക്ച്വലി മോളാണ് ഇതിനെല്ലാം എനിക്ക് അപ്ലോഡ് ചെയ്യുന്നത്, കാര്യങ്ങളും എല്ലാം മോളാണ്. പക്ഷെ അവൾക്കും അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതായിപ്പോയി. നമുക്കിങ്ങനെ യൂട്യൂബിൽ നിന്നൊരു ഇത് വന്നു, മെസ്സേജ് വന്നു, പ്രവീൺ ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ടെർമിനേറ്റ് ആയി പോകും, 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആവും. പിന്നെ അതിൻ്റെ റീസണും കാണിച്ചിട്ടുണ്ട്, അവരുടെ ആ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് കാരണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മോൻ വന്നു. മോന് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവൻ കുറച്ചും കൂടെ ഒക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മ എന്നോട് ചോദിച്ചു, അമ്മ ഒരു കാര്യം ചെയ്യാം നമുക്ക്, കാരണം നമ്മുടെ ഒരു ചാനൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് മുഴുവനും അങ്ങ് പോവുകയാണ്. നമുക്ക് മെമ്മറീസിന് വേണ്ടിയിട്ടിരുന്നല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അവർക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം, നമ്മൾ അത് പ്രൈവറ്റാക്കി ഇട്ടോളാം, ആ ചാനലിൽ നമുക്ക് ഒന്ന് റിക്വസ്റ്റ് കൊടുക്കണം. കാരണം ഒരാളുടെ കാല് പിടിക്കുന്നത് പോലെ ആണ്. എന്നാലും ഞാൻ വിചാരിച്ചു സാരമില്ല, കാരണം ആ കുട്ടിക്ക് നമ്മളുടെ ഈ ഒരു ഞാനിട്ട വീഡിയോ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ ചാനലുകളും എടുത്ത് അമ്മാനമാടിയ ഒരു ഇഷ്യൂ ആണ്, ഇവരുടെ വീട്ടിലെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് എന്തായി പ്രശ്നം? അതേ ഇവർ ഇതുപോലെ ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനൽ നിർത്തലാക്കിയിട്ടുണ്ടോ? എനിക്കത് അറിയില്ല. പിന്നെ ഇതിനേക്കാൾ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വന്ന കംപ്ലൈൻറ്റിൽ മെയിൽ ID എന്ന് പറയുന്നത് പ്രണവ് കൊച്ചുവിൻ്റെതാണ്. അതെനിക്ക് എങ്ങനെ അറിയത്തില്ല. പ്രവീണിൻ്റെ ചാനലിന് വേറെ മെയിൽ ID ഉണ്ട്. പക്ഷേ എനിക്ക് വന്ന കംപ്ലൈൻറ്റ് പ്രണവ് കൊച്ചുവിൻ്റെ പേരിലാണ്. ആദ്യം എനിക്ക് കൺഫ്യൂഷനായിപ്പോയി, പ്രണവ് കൊച്ചു ആണോ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്, ആരാ ചെയ്തതെന്നൊന്നും എനിക്ക് പിടികിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ പ്രണവ് കൊച്ചുവിൻ്റെ മെയിൻ അതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് അവരുടെ ID എന്ന് പറയുന്നത് നമ്പറുകളിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല അതൊന്നും. കാരണം അതൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു നിയമത്തിനെതിരാണ്, നമ്മുടെ അവിടെ പ്രൈവസി ആണല്ലോ. സോ പക്ഷേ എനിക്ക് വന്നേക്കുന്ന ID പ്രവീണിൻ്റെ ആ വീഡിയോ ആണ് എനിക്ക് കംപ്ലൈൻ്റായിട്ട് വന്നേക്കുന്നത്. പക്ഷേ വന്നേക്കുന്ന ID പ്രണവ് കൊച്ചുവിൻ്റെതുമാണ്. പ്രണവ് കൊച്ചുവിൻ്റെ IDയിലാണ് എനിക്ക് കംപ്ലൈൻറ്റ് അവർ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതെന്തുകൊണ്ട് പ്രവീണിൻ്റെ IDയിൽ അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തില്ല? ഇത് പ്രണവിന് അറിയത്തില്ലേ? കൊച്ചു പ്രണവിൻ്റെ പേരിൽ ഇവരൊരു ഇത് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ യാതൊന്നും തരത്തിലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇവർ വന്നിരുന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമൻസ് ഇടുന്ന ആൾക്കാരോ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെയും വന്ന് ചീത്ത വിളിക്കും അവിടെയും ചെന്ന് ചീത്ത വിളിക്കും, നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇതാണ് അവർ പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാനൊരു കാര്യം ഇതിനൊരു ആൻസർ പറഞ്ഞോട്ടെ, പ്രവീൺ, ഞങ്ങൾക്കൊന്നും കിട്ടില്ല, പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ജീവിക്കാൻ കഴിയുന്നതും. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കമൻ്റ് ഇടാൻ അവരുടെ ചാനലിൽ ഞാൻ കമൻ്റ് ഇട്ടിട്ട് പോലും ഇല്ല, എന്നാൽ പോലും എനിക്കത് ഹേർട്ട് ചെയ്തു അങ്ങനെ ഒരു സെൻറ്റൻസ്. കാരണം പ്രവീൺ തന്നെയാണ് പ്രവീണിൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് വന്നിരുന്നത്. ജനങ്ങൾ അതെന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെതിരെ വന്ന നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നിങ്ങൾ അവിടെ പോയി ചീത്ത വിളിക്കുന്നു, ഇവിടെ പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അതിനകത്ത് വളരെ എന്താ പറയുക, എന്നെ അതിശയിപ്പിച്ച കാര്യം 40,000 പേർക്ക് മേളിൽ ആ ഒരു വീഡിയോ കണ്ടു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പ്രവീൺ അത് ബാൻ ചെയ്യാനായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തത്. 40,000 പേർക്ക് മേളിൽ അത് ചെയ്യുകയും ചെയ്തു. നല്ല ഓഡിയൻസ് സപ്പോർട്ട്. അതായത് എനിക്ക് കമൻസ് തന്നെ ഒരു 500 കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 450 475 കമൻസും അത് പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ചേച്ചി ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് ചേച്ചി പറഞ്ഞത്, വളരെ നല്ലതായിട്ട് പറഞ്ഞു, കാരണം ഞങ്ങൾക്കൊക്കെ ഇത് പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്ന കമൻസാണ് ഒരുപാട് പേര്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മളിങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ തോന്നി, ഞാൻ അതിനകത്ത് കമൻ്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്, നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയിട്ട് പോലുമല്ല, കമൻ്റ് ഇട്ട ആൾക്കാരെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ചെയ്ത വീഡിയോ ആണ്.
എന്നിട്ട് ഈ ഒരു വീഡിയോ പ്രവീണിനെ ഇത്രയും ബാധിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യമേ അതിശയിച്ചു പോയത്. അതെന്താ അവർക്ക് ഇത്രയും ബാധിക്കാൻ കാരണം? ഞാൻ അതിനകത്ത് വന്ന് പച്ചയായിട്ടുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് അത് മാറ്റിയിരിക്കുകയാണ്. എന്നോട് 10 ദിവസത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ഇനി ബാക്കി പറയട്ടെ. ഞാൻ ഇതെങ്ങനെ എനിക്ക് ഈ ചാനൽ തിരിച്ചു കിട്ടിയെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ഒരു ദിവസം മുഴുവനും എനിക്ക് എൻ്റെ ചാനലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ടെർമിനേറ്റ് ചെയ്ത് പോകും എന്നുള്ളൊരവസ്ഥയിൽ തന്നെ ഇരുന്നതാണ്. പിന്നെ മോൻ അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞിട്ട്, അതായത് ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പോളിസി ഉണ്ട്. അതായത് എന്തോ അവരുടെ ഒരു പബ്ലിക് ഡിസ്കോഴ്സായിട്ട് അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു പോർഷൻ നമുക്ക് പബ്ലിക്കിനെ പറഞ്ഞതാണെങ്കിൽ പബ്ലിക് ഡിസ്കോഴ്സ് ചെയ്യാൻ പറ്റും. അതായത് പബ്ലിക്കിൻ്റെ മുമ്പിൽ നമുക്കത് പറഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള അത് ഉണ്ട്, റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു നിബന്ധന നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് മോൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ യൂട്യൂബിന് റിക്വസ്റ്റ് അയച്ചു. ആദ്യമേ ഞങ്ങൾ പ്രവീണിനാണ് ഈ റിക്വസ്റ്റ് അയച്ചത്. കാരണം ആ കുട്ടി അത് മാറ്റി തരികയാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ തിരിച്ചു കിട്ടട്ടെ. ഞാൻ ഒന്നിനും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് കണ്ടതുകൊണ്ട്, അല്ലാതെ ഞാൻ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വിചാരിച്ച ആളെ അല്ല. പക്ഷെ അവരത് കാണുന്നില്ല. രാത്രി 7 മണി വരെ ഞങ്ങൾ നോക്കി. രാത്രി 7 മണിയൊക്കെ ആയിട്ടും അവർ കാണുന്നില്ല. നമുക്ക് സമയവുമില്ല, ടെൻഷനും, ഇതിങ്ങനെ പോവില്ലേ. അപ്പം യൂട്യൂബിനൊരു റിക്വസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ മറ്റൊരാളുടെ കണ്ടൻറ്റ് അടിച്ചു മാറ്റിയിട്ട് ചെയ്ത വീഡിയോ അല്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ്, 1-2 വേർഡ്സ്, അത് നമ്മൾ ഇതിനകത്തോട്ട് എടുത്തിട്ടിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ ചെയ്യാം, അത് അവരുടെ ഇഷ്ടം. അവർക്ക് ഇഷ്ടക്കേടുണ്ടായാലും അങ്ങനെ ചെയ്യാമെന്ന് യൂട്യൂബിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതറിയാവുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ അത് റിക്വസ്റ്റ് ചെയ്ത് അത് പറഞ്ഞ് അവരെ ബോധിപ്പിച്ചത് കൊണ്ടാകാം ഇന്നലെ രാത്രിയിലൊന്നും അത് വന്നിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി 7 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അത് ഇട്ടത്. ഇന്ന് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, 10 ദിവസം നമുക്ക് സമയമുണ്ട്, എപ്പോൾ വേണമെങ്കിലും പോകാം കേട്ടോ. അവരോട് എന്തോ സമയം ചോദിച്ചിട്ടുണ്ട്, അവരോട് അതിൻ്റെ ആൻസർ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾക്ക് അതിനകത്ത് ഇടാം. പക്ഷേ ഇപ്പോഴും ഞങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഒരു 10 ദിവസത്തെ സമയമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ചാനൽ ചിലപ്പം പോകാം, ചിലപ്പം പോകാതിരിക്കാം. അത് മേ ബി ഡിപ്പെൻഡാണ്. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പ്രവീണ് ഇത്രയും ചീപ്പായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്കും എന്താ പറയുക, സ്വന്തം അമ്മയെയും അച്ഛനെയും അനുജനെയൊക്കെ പിച്ച് ചീന്തിയതാണ്, ശരിയാണ്. എന്നാൽ അത് നാട്ടുകാരെയും ചീന്താനായിട്ട് തുടങ്ങി. നമ്മളൊക്കെ അവരുടെ മുമ്പിൽ നമ്മളെയൊക്കെ ചാനൽ ഒന്നുമല്ല. എനിക്കറിയാം, അവരൊക്കെ 40 ലക്ഷത്തിൽ കൂടുതൽ ഞാനും അവരുടെ ഒരു സബ്സ്ക്രൈബറാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമുള്ളത്. നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരിങ്ങനെ ചിന്ന ഭിന്നമായി പോയപ്പോൾ ഒരു വിഷമം, ഒരു വേദന, നമ്മുടെ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നല, അമ്മയുടെയും ഒക്കെ വേദന കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രവീണും മൃദുലയും വളരെ നല്ല ഭംഗിയായിട്ട് അഭിനയിക്കുന്ന 2 വ്യക്തികളാണ്. അവർ വളരെ കണ്ണിങ്ങോടുകൂടി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ഈ ലക്ഷങ്ങൾ സപ്പോർട്ടുള്ള ചാനലും കൊണ്ടങ്ങ് പോയത്. ജനങ്ങളുടെ കണ്ണിൽ പൊടി വാരിയിട്ടിട്ട്. കാരണം എനിക്കിപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ ചില ആൾക്കാരെ പറയില്ലേ, അടിയിൽ കൂടി വില വയ്ക്കുമെന്ന് പറയില്ല, അങ്ങനത്തെ 2 വ്യക്തികൾ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ, ചാനൽ നമുക്ക് കുറേ പ്രയാസം ഉണ്ടാവും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോയാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ചില ആൾക്കാരൊക്കെ പറയില്ലേ, നമ്മൾ ഈ ഫാമിലി ഡോക്ടർ, ഫാമിലി ലോയർ എന്നൊക്കെ പറയും പോലെ എൻ്റെ ചാനൽ ഇവർ കാരണം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ മെയിൻ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി വിമർശകയായിട്ട് ഞാൻ എൻ്റെ പുതിയ ചാനലിലുണ്ടാകും. കാരണം അത്രയ്ക്ക് പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ഒരു സംസാരിക്കാനുള്ള ഒരു ഇത് വന്നു. ഇന്നലെ ഞാൻ സംസാരിക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് പല സമയത്തും ഞാൻ കരഞ്ഞു പോയ അവസ്ഥയുണ്ടായിരുന്നു. കാരണം നമ്മളെ ആ ഒരു 5 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാക്കിയ ഒരു ചാനലാണത്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ ഒരുപാട് വ്യൂസോ ഒന്നുമില്ലെങ്കിലും ഒത്തിരി മെമ്മറീസ് ഉണ്ട്.
പ്രവീണിന് ഇല്ലാത്തതും അതാണ്. അതുകൊണ്ടാണ് ഇത്രയും നിഷ്കരണം. വേണമെങ്കിൽ പ്രവീണിന് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ ഐ ഡിയിൽ വേണമെങ്കിൽ ഒരു മെസ്സേജ് ഇടാമായിരുന്നു, നിങ്ങളത് പ്രൈവറ്റ് ആക്കി വെക്കൂ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും എന്ന് എനിക്കൊരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ പ്രൈവറ്റായിട്ട് വെച്ചേനെ. കാരണം എൻ്റെ ഈ ഒരു ചാനലുകൊണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി എന്ന് എനിക്കറിയില്ല. അവരുടെ അമ്മയെയും അനുജനെയും അച്ഛനെയും ഞാൻ നല്ല രീതിക്കൊന്ന് ചിത്രീകരിച്ചു. അപ്പോൾ എനിക്കിപ്പം മനസ്സിലായ കാര്യം, പ്രവീണിന് ഇപ്പോഴും അവരോട് ദേഷ്യമുണ്ടെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവർ നന്നായിട്ട് പറ്റിച്ചിട്ട് തന്നെയാണ് പോയത്. ഞാൻ ഇപ്പം വീണ്ടും പറയാം. പിന്നെ ഞാനിട്ട ആ വീഡിയോ ചിലപ്പോൾ ഇതിനകത്ത് തിരിച്ചു വരുമായിരിക്കും. യൂട്യൂബിന് അത് ഫെയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ വന്നില്ല, എനിക്ക് ചാനൽ പോയി കഴിഞ്ഞാൽ, ഞാൻ പുതിയ ചാനൽ തുടങ്ങിയാലും എൻ്റെ ആ വീഡിയോ അവിടെ ഉണ്ട്. ഞാൻ കമ്പ്യൂട്ടറിൽ അതിനകത്ത് എന്തോ ഭാഗ്യത്തിന് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതൊരു ഭയങ്കര ഭാഗ്യമായി. നിങ്ങളെല്ലാവരും കാണണമെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പോർഷനൊക്കെ ഞാൻ കട്ട് ചെയ്ത് ബ്ലറാക്കിയിട്ട് ഞാൻ വീണ്ടും അത് പോസ്റ്റ് ചെയ്യും. ഉറപ്പാണ്, അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് അത് റിമൂവ് ചെയ്യാനേ പ്രവീണിന് പറ്റുള്ളൂ. പക്ഷേ എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത് കൊണ്ടോ എനിക്ക് അതേ സെയിം വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ടു. അതിനകത്ത് എനിക്ക് തോന്നുന്നു 40,000 പേര് കണ്ടു. വീണ്ടും അത് നല്ല റീച്ച്, അതായത് ഓരോ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആർഗ്യൂ ചെയ്യുന്ന കുറച്ച്, ഞാൻ മനസ്സിലാക്കിയത്, ഇവരുടെ അടുത്ത് പോയി കുറച്ച് നല്ല മുറിച്ചേച്ചി, പ്രണവ് ചേട്ടാ, ഇതൊക്കെ തന്നെയാണ് ബെസ്റ്റ്, ഇങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറയുന്ന കുറച്ച് കുട്ടികളാണ്. ലോകപരിചയം എന്താണെന്ന്, ലോകം എന്താണെന്ന്, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലാത്ത കുറച്ച് കുട്ടികളാണ്. ശരിയാണ്, നിങ്ങൾ പറയുന്ന അമ്മായിയമ്മമാർ, അങ്ങനെയുള്ള അമ്മായിയമ്മമാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ അന്നും ആ ചാനലിലും ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം, പ്രവീണിൻ്റെ അമ്മയെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള അമ്മായിയമ്മമാരുണ്ട്. നമ്മൾ ഈ 9 മാസം അല്ലെങ്കിൽ മൃദുല ആ വീട്ടിൽ വന്നത് മുതൽ, അല്ലെങ്കിൽ മൃദുല ആ വീട്ടിൽ കല്യാണത്തിന് മുന്നേ വന്നത് മുതൽ ആ കുട്ടിയുടെ ആ പ്രവീണിൻ്റെ അമ്മയും മൃദുലയായിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ കാണുന്നതാണ്, ബോണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇവർ തമ്മിൽ എന്തെങ്കിലും അടിയാണ്, അല്ലെങ്കിൽ പ്രവീൺ പറഞ്ഞിട്ടുണ്ടോ? എത്രയോ സ്ഥലങ്ങളിൽ പ്രവീൺ പറഞ്ഞിട്ടുണ്ട്, മൃദുല ഒന്നും ചെയ്യുന്നില്ല, ജോലി എല്ലാം അമ്മയാണ് ചെയ്യുന്നതെന്ന് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫാമിലി, 2 ഫാമിലികളും തമ്മിലുള്ള എന്തൊരു നല്ല ബോണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് അതങ്ങനെ ആയത്? ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാമെന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതിൽ പറയാത്ത, ആ വീഡിയോയിൽ പറയാത്ത കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം വേറൊന്നുമല്ല. ഞാൻ പല വീഡിയോസിലും ഞാൻ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ജിനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ജിനൂസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, സോറി, എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട്. ജിനൂസിൻ്റെ ചാനലിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ജിനൂസ് ഇങ്ങനെ പോയി അന്വേഷിച്ച സമയത്ത്, ആ ഒരു സമയത്ത് അവരുടെ നാട്ടിലായിരുന്നു ഇവരും താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നടന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഈ യൂട്യൂബ് വരുമാനത്തെ പറ്റി ചൊല്ലിയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. മീൻസ് ആ ഒരു ചാനലിൽ നിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്, യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു തർക്കം ഇവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു മൃദുലയും കൂടെ വന്നു കഴിഞ്ഞ് ഇഷ്യൂസ് ഉണ്ടായി കാണും. കാരണം ഞാൻ ആ ചാനലിൽ ഞാൻ ആ വീഡിയോ പറഞ്ഞ കണക്ക് മൃദുലയും കൂടെ വന്ന്, മൃദുലയ്ക്ക് പ്രൊമോഷൻസ് കൂടുതൽ കിട്ടുമ്പോൾ മൃദുലയ്ക്ക് കുറച്ച് ഇൻകം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടായ തർക്കം, അമ്മയും ഒക്കെ അതിനകത്ത് ജോയിൻ്റായി. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ തർക്കങ്ങളുണ്ടായി. കാരണം അത് പറയാൻ കാരണം, പ്രണവ് കുടിച്ചുകൊണ്ട് വന്ന്, നേരത്തെ ഇന്നാളൊരിക്കൽ പ്രണവ് കുടിച്ചുകൊണ്ട് വന്ന് ഫോട്ടോയൊക്കെ തല്ലിപ്പൊട്ടിച്ചു എന്ന് മൃദുല പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നേരത്തെ തുടങ്ങിയ ഇഷ്യൂ ആണെന്ന്. അപ്പോൾ അവരുടെ വീട്ടിൽ ആ ഒരു സബ്ജക്റ്റ് അങ്ങനെ സംസാരിച്ച് ആ ഒരു രീതിക്ക് ഇരിക്കുകയായിരിക്കും. അപ്പോഴൊക്കെ ആയിരിക്കും കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം കുടിച്ചു പോകൂലേ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് ആൺകുട്ടികൾ ഇറങ്ങി അങ്ങ് പോവും. പക്ഷേ ഇവർ കണ്ണിങ് ആയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കണ്ണിങ് ആയിട്ട് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇവർക്ക് ചിന്തിച്ച് വെച്ചിരുന്നു. കാരണം പ്രണവ് ഇനി എന്താണ് കാണിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ഒരു വലിയൊരു ബിഗ് ബാലൻസ് ഇവർക്ക് നോട്ടം ഉണ്ടായിരിക്കും. കാരണം ആ വീട് നമുക്ക് കണ്ടാൽ അറിയാം, ആ വീട്ടിനകത്ത് യാതൊന്നും യൂട്യൂബ് വരുമാനം കൊണ്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും ലക്ഷങ്ങളൊക്കെ അതിനകത്ത് ബാങ്കിൽ കിടപ്പുണ്ട്. ഇതിന് പ്രണവിന് കൊടുക്കാതിരിക്കാനുള്ള ഒരു കുറുക്കു വഴി മൃദുലയും പ്രവീണും കൂടെ ചിന്തിച്ച് കാണും. എന്തായാലും ഉറപ്പാണ്. കാരണം കുറുക്കു വഴി ചിന്തിക്കുന്ന പാർട്ടികളാണെന്ന് എനിക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അടുത്തൊരു വഴക്കുണ്ടാകുമ്പോൾ അത് കുറച്ച് മയപ്പെടുത്തി ആ വഴക്കിനെ കുറച്ച് പൊലിപ്പിച്ചെടുക്കാമെന്ന് ഇവർ തീരുമാനിച്ചു കാണും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇതുപോലെ അച്ഛനെ പിടിച്ച് തള്ളുക, ഏതെങ്കിലും മക്കൾ സ്വന്തം അച്ഛനെ പിടിച്ച് തള്ളുമ്പോൾ മറ്റു മക്കൾ മാറിയൊന്നും നിൽക്കത്തൊന്നുമില്ല.
അല്ലേ? ഏത് മക്കളായാലും ഇടപെടും. അതിനാണ് ഈ കൊച്ചു പിടിച്ചു വെച്ച് കൊടുത്തു അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങളാണോ ഇവർക്ക് ഇത്രയും നാളും ചെലവിന് കൊടുത്ത് വളർത്തത്? അല്ലല്ലോ, നമ്മളാരും അല്ലല്ലോ. ഈ കുട്ടികളെ വളർത്തി വലുതാക്കിയത് അതിൻ്റെ അച്ഛനും അമ്മയല്ലേ, അല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയണത് എന്തിനാണ്? അപ്പം ജനങ്ങൾ അവരെ കുറ്റം പറയരുത്. അതിനുവേണ്ടി മാത്രമാണ് അവർ ജനങ്ങളെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷേ നമ്മുടെ മാമന്മാർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ചില കാരണവന്മാരുണ്ടാവും, അവർ വരെ അറിയുള്ളൂ. ചിലപ്പോൾ അയൽവക്കം വരെ പോലും അറിയില്ല, അയൽവക്കത്തുള്ള ആളുകൾ പോലും അറിയില്ല. ഇതങ്ങനെ ആയിരുന്നോ? ഈ കുട്ടി കാണിച്ചത് അങ്ങനെയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ജനങ്ങളുടെ മുമ്പിൽ അച്ഛനെയും അമ്മേനെയും പിച്ച് ചീന്താൻ ഇട്ടുകൊടുത്ത ഒരു ആൾക്കാരാണ്. അതിനകത്ത് മൃദുല പ്രത്യേകിച്ച് പറയുന്നുണ്ട്, മൃദുലയും പ്രവീണും കൂടെ പറയുന്നുണ്ട്, അത് ഏതെങ്കിലും സമയത്ത് പ്രണവ് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എടുത്തിടാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ച തെളിവാണെന്ന്. ഇങ്ങനെയൊക്കെ തെളിവുകൾ എടുത്തു വയ്ക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കൂടെ ജയ് വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കട്ടെ, മക്കളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടാകാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ അടിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ വഴക്ക് പറയുന്നുണ്ടാവാം, തല്ലുന്നുണ്ടാവാം. അത് കഴിഞ്ഞ് കുറച്ച് വാക്കുകൾ ചിലപ്പോൾ അച്ഛനും അമ്മയും വഴക്ക് കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആയിട്ടൊക്കെ നിങ്ങളുടെ വീട്ടുകാരെ വഴക്കുണ്ടാക്കാം. നിങ്ങളിതൊക്കെ ചെന്ന് അവരറിയാതെ, ഏതെങ്കിലും മക്കൾ അവരറിയാതെ അവർ പറയുന്ന ആ സമയത്ത് പറയുന്ന വാക്കുകൾ എടുത്ത് മൊബൈലിൽ വെച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലെ ശ്യാമള ചേച്ചീനെയോ രമണി ചേച്ചീനെയോ ഒക്കെ കൊണ്ടുവന്ന് കേൾപ്പിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, യൂട്യൂബിലിടുവോ? നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇടുവോ? അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയെ പോലും കാണിക്കൂലല്ലോ. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകൾ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് പറയുമോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും പറയുമെങ്കിൽ അവർ വന്ന് എനിക്കിതിനകത്ത് കമൻറ്റ് ചെയ്യും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചത്, സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട, അങ്ങനെയാണെന്ന് തോന്നുന്നു, അതെ, ഹെലൻ, ആ കുട്ടിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടി അവരുടെ ആ സമയത്ത് ചെയ്ത വീഡിയോയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, അന്ധമായിട്ടാണ് ഇവരെ കുറേ ആൾക്കാർ സ്നേഹിക്കുന്നത്. ഇത്രയും അന്ധമായിട്ട് എന്തിനാണ് സ്നേഹിക്കുന്നത്? നമുക്ക് ആളുകളെ സ്നേഹം വേണം, എനിക്കും ഉണ്ട്, അവരെ ഇഷ്ടമാണ്. പക്ഷെ അതൊരു അതിര് കവിഞ്ഞ അടിയാണ്. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേരി തിരിഞ്ഞ് ഒരുമാതിരി രാഷ്ട്രീയക്കാരെ കണക്ക് അടി വയ്ക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതിന് എത്രയും ഇതായിട്ട് എന്നോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇതുപോലുള്ള ഒരു അമ്മായി അമ്മയാണോ? നിങ്ങൾക്കൊക്കെ അല്ലെങ്കിലും അമ്മായി അമ്മമാർക്ക് ഇങ്ങനെയാണ്, മക്കൾ നല്ല വന്നു കയറുന്ന പെൺകുട്ടികൾ ഇങ്ങനെ കഴിയുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതിനകത്ത് കുറച്ച് കമൻറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മക്കളോട് ഞാൻ പറയുന്നത്, എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്വന്തം മക്കൾ വീട് വെച്ച് മാറി താമസിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ഇഷ്ടമുള്ള കാര്യമാണ്. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ആ രീതിക്കായിരിക്കണം, അവരുമായിട്ടും കൂടെ നല്ല, അല്ലാതെ ഇതുപോലെ അടിയുണ്ടാക്കി അവരെ വെച്ചിട്ട് അവരും കൂടെ ഉണ്ടാക്കി വെച്ചേക്കണത് എല്ലാം കൂടെ ഒരു ചാക്കിൽ കെട്ടിയെടുത്ത് തോളത്തിട്ടുകൊണ്ട് നടയിൽ കിടന്ന കാറും കൂടെ എടുത്തുകൊണ്ടങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. പ്രവീൺ ചെയ്തത് ഇപ്പം അങ്ങനെയാണ്. അവർ കൂടെ ബാങ്ക് ബാലൻസ്, കൊച്ചുവിൻ്റെയും കൂടെ ബാങ്ക് ബാലൻസ് എല്ലാം കൂടെ എടുത്ത് ഒരു ചാക്കിൽ കെട്ടി മറ്റേ തോളത്തെടുത്തിട്ടും കൊണ്ട് ആ മൃദുലേന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോണ വഴിക്ക് ആ കാറിൻ്റെ താക്കോലും കൂടെ എടുത്ത് കാറും കൊണ്ട് പോകണം. ഇങ്ങനെയാണോ മക്കൾ ചെയ്യുന്നത്? ഇങ്ങനെയാണോ ചെയ്യാൻ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു കാറ് പോലും ഇല്ലായിരുന്നു. അവർ പിന്നീട് കൊച്ചു ഒരു കാറെടുത്ത സമയത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ബാക്ക് പെയിനാണ്, അമ്മയ്ക്ക് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ ഒരു കാർ കൂടിയേ പറ്റുള്ളൂ കേസെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, രണ്ട് മക്കൾ എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടർ നോക്കിയേ. എത്രയല്ലേ, ഒരു അമ്മയുടെ വയറ്റിൽ പടർന്ന രണ്ട് മക്കളാണ്. എന്തുമാത്രം ഡിഫറെൻറ്റ് ക്യാരക്ടർ. അതിനകത്ത് കൊച്ചു പറയുന്ന ചില വാക്കുകളുണ്ട്, ആ 2024 അനാലിസിസിൽ പറയുന്ന ഒരു 2 വാക്കുകളുണ്ട്. ഇവർ പറഞ്ഞ വാക്കുകളുണ്ട്. 2024 ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് വീടായി, ഞങ്ങൾക്ക് കുഞ്ഞായി, പിന്നെ എന്തൊക്കെയായി മൃദുല? എന്തൊക്കെയോ ആയി. അല്ലാതെ ഒരു വാക്ക് ആ കുട്ടിക്ക് പറയാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് നഷ്ടങ്ങളും ഉണ്ടായിരുന്നു, പറയാമായിരുന്നിരുന്നു. ഞങ്ങൾക്ക് 2024 ഒരുപാട് ലാഭം ഉണ്ടാക്കി, പക്ഷേ നഷ്ടങ്ങളും ഉണ്ടാക്കി എന്ന് ഒരു വാക്ക് പ്രവീണിൻ്റെ വായിൽ നിന്ന് വീണില്ലല്ലോ. അതാണ് പ്രവീൺ. ഇപ്പം എനിക്ക് മനസ്സിലായി, എന്നെ ബാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. ആ നേരത്തെ ഇട്ട വീഡിയോസിനകത്ത് ഇത്രയൊന്നും ഞാൻ അധികം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ, ഈ ചാനലിൽ അല്ലെങ്കിൽ മറ്റേ ഒരു പുതിയ ചാനൽ തുടങ്ങി അതിലെങ്കിലും ഞാൻ ഇടും. അതവിടെ കിടന്ന് ഓടട്ടെ, ചില സിനിമകൾ കിടന്ന് ഓടും പോലെ അതവിടെ കിടന്ന് ഓടട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നതൊക്കെ പിന്നെയും ഞാനിടും എന്ന് പറഞ്ഞ കണക്ക്. പക്ഷെ പ്രണവ് പറഞ്ഞതോ, ചില ഓർമ്മകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, ബന്ധങ്ങൾ. അതായത് എത്ര രൂപ കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ചാനൽ പോകുമ്പോൾ എനിക്കുണ്ടാകുന്നത് ഒരുപാട് മെമ്മറീസാണ്. എൻ്റെ നല്ല 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 എന്തോ പറയാനായിട്ട്. ഞാനും പ്രണവൊക്കെ ഇപ്പോൾ
പ്രണവിന് വേണ്ടി പറഞ്ഞ് എന്നെയും കൂടെ എന്നാൽ പെണ്ണെ പൊയ്ക്കോ പ്രണവിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോഴും വീട്ടുകാരോട് ഭയങ്കര പകയാണെന്നല്ലേ ഞാൻ മനസ്സിലാക്കിയത്. അതിനാൽ എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവീൺ എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു മെസ്സേജ് ചെയ്യുക, ഞാനത് പ്രൈവറ്റ് ആക്കി ഇടുമായിരുന്നു. അല്ലാതെ യൂട്യൂബിനകത്തോട്ട് പറഞ്ഞ് എൻ്റെ ചാനലെ അങ്ങ് അടിച്ച് പോയിപ്പിക്കുന്ന രീതിക്കല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ യൂട്യൂബിനോട് ഞാൻ പറഞ്ഞു, അത് തിരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അവർക്കത് ഫെയർ ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത് തിരിച്ച് കിട്ടിയത്. ഇനി ഒരു 10 days എനിക്ക് സമയമുണ്ട്, അതെനിക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്. എന്നാലും സാരമില്ല, എനിക്ക് ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് നിങ്ങളെ ഈ ഒരു ചാനലിൽ കൂടെ എനിക്ക് പറയാൻ പറ്റിയല്ലോ, എനിക്ക് അത് തന്നെ ഒരു വലിയ കാര്യം. ഒന്നുമില്ലെങ്കിലും യൂട്യൂബിനത് നമ്മൾ ബോധിപ്പിച്ച കാര്യം കറക്റ്റാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവരതെനിക്ക് തിരിച്ച് ഇന്നലെ ഫുൾ ഫ്രീസ് ആയിരുന്ന ചാനലാണ് ഇന്ന് എനിക്കത് ഓപ്പൺ ആക്കി തന്നില്ലേ. അപ്പോൾ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ടാണല്ലോ ഓപ്പൺ ആക്കി തന്നത്. അത്രയെങ്കിലും ഞാൻ ഫെയർ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. പിന്നെ ഓഡിയൻസ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. ഒരുപാട് ഓഡിയൻസ് സപ്പോർട്ടുണ്ട്. അവർ കാണിച്ച ഒരു സാധനം എടുത്ത് നമ്മൾ അത് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണെന്നൊക്കെ നമ്മൾ കാണിച്ചാൽ നമുക്കത് അങ്ങനെയാണ് എനിക്ക് യൂട്യൂബിൽ കിട്ടിയത്. ഇതുപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിത് അറിയില്ലായിരുന്നു. ഒരു പക്ഷേ മോൻ ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ചാനൽ ഇപ്പോഴും തിരിച്ചെനിക്ക് കിട്ടത്തില്ലായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ഇതുപോലെ അറിയില്ലാത്ത ആരുടെയെങ്കിലും ചാനലുകൾ ഈ പ്രവീൺ ആ ഒരു ഇഷ്യൂ സമയത്ത് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. പ്രവീൺ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മെയിൽ ID എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രണവ് ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രണവ് അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രണവിനെ അത് ബോധ്യപ്പെടുത്തുക. കൊച്ചു പ്രണവ് എന്ന മെയിൽ ID-യിലാണ് എനിക്കിത് വന്നിട്ടുള്ളത്. പക്ഷേ കൊച്ചു പ്രണവിൻ്റെ ഒറിജിനൽ മെയിൽ ID ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ നമ്പർ വേറെയാണ്. ഇത് വേറൊരു നമ്പറിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ പ്രവീണിൻ്റെ മെയിൽ ID-യും വേറെയാണ്. പിന്നെ എന്തിനാണ് എനിക്ക് പ്രവീണിൻ്റെ മെയിൽ ID-യിൽ എനിക്ക് തന്നാൽ പോരായിരുന്നോ? കൊച്ചു പ്രണവിൻ്റെ മെയിൽ ID-യിൽ എനിക്ക് എന്തിനാണ് കംപ്ലൈൻറ്റ് ഇട്ട്? അപ്പോൾ കൊച്ചു ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ പ്രവീൺ ഇത് ചെയ്തത്? കൊച്ചു ഇത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊച്ചുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എനിക്ക് ആ കുട്ടികളെയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൊച്ചുവിൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ അല്ലാതെ കമൻസ് ഒന്നും ഞാൻ ഇവർക്കൊന്നും ഇടാറില്ലായിരുന്നു. ഒരു വീഡിയോ ചെയ്തു, അതിനകത്ത് ആ ഫർണിച്ചറിൻ്റെ കാര്യമൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ പ്രവീൺ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ വേറൊന്നും അങ്ങനെ വലുതായിട്ട് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്ത് ഫർണിച്ചർ എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആസ് എ മദർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക്. ആ അമ്മയൊക്കെ ആ മുറിയിൽ പോയിട്ട്, ആ പ്രവീണിൻ്റെ മുറിയിൽ പോയിട്ട്, നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ AC ഒക്കെ എടുത്തിരിക്കുന്ന സ്ഥലത്ത് ആ ഹോളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങ് ചങ്ക് പറഞ്ഞു പോകുന്നു. ഇവരെന്തോരം ഫർണിച്ചേഴ്സ് വാങ്ങിച്ച് കൂട്ടിയെന്നറിയാമോ അവിടെ ചെന്നിട്ട്. പുതിയ വീട്ടിലെ എനിക്ക് തോന്നുന്നു അവരുടെ ഹോം ടൂറൊക്കെ ഞാൻ കാരണം കാണിക്കാൻ പറ്റാതിരിക്കുന്നു എന്നൊക്കെ എനിക്ക് സംശയം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനലങ്ങ് പോയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മച്ചി ഒരിടത്ത് മിണ്ടാതിരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് തെറ്റി. എന്തായാലും എൻ്റെ ചാനൽ കൂട്ടിക്കുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രവീണിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും, ഉറപ്പാണ്. അല്ല, ഞാനിതൊരു ഭീഷണിയോ അങ്ങനെയൊന്നും അല്ല. കാരണം നമുക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രവീൺ ചെയ്തു വെച്ചേക്കുന്നത്. വീട്ടുകാർക്കേ വിഷമം തലവേദന ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്കും കൂടെ ഇങ്ങനെ വിഷമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരിക്കും ഞാൻ ഇന്നാണ് ഇച്ചിരി ഒന്ന് ഇതായത് എൻ്റെ മോളുടെ വിഷമം പോലും എനിക്ക് കാണാൻ പറ്റാതായിപ്പോയി. കാരണം അവളാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം എൻ്റെ കുഞ്ഞു കുട്ടികളെ, എൻ്റെ LKG UKG പഠിക്കുന്ന കുഞ്ഞു കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഓരോ ഡാൻസ് പ്രാക്ടീസും ആദ്യം ചെയ്ത് അവരെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് എടുപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയല്ല. അത്രമാത്രം ഭയങ്കരമായിട്ട് എഫേർട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും ഞാൻ ഒത്തിരി പറയുന്നില്ല, ഒരുപാട് നീണ്ടുപോകും. എൻ്റെ ചാനൽ ഇന്ന് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ചാനലുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കമൻ്റായിട്ട് ഇടുക. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ.